കേരള സാഹിത്യ അക്കാദമി വിലാസിനി പുരസ്കാരം നൽകിയത് മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്ന് പരാതി. അർഹതയില്ലാത്ത പുസ്തകത്തിനാണ് പുരസ്കാരം നൽകിയതെന്ന് അക്കാദമി മുൻ എഡിറ്റർ CK ആനന്ദൻപിള്ള പറഞ്ഞു. PK പോക്കറുടെ വൈക്കം മുഹമ്മദ് ബഷീർ സർഗാത്മകതയുടെ നീലവെളിച്ചം എന്ന കൃതിയാണ് പുരസ്കാരത്തിന് അർഹമായത്. പ്രശസ്ത എഴുത്തുകാരനായിരുന്ന വിലാസിനിയുടെ പേരിൽ 2000 മുതൽക്കാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. 50,000 രൂപയാണ് പുരസ്കാര തുക. പുരസ്കാരത്തിനായി മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തി കരാറുണ്ടായിരുന്നു. ഈ കരാർ പൂർണ്ണമായി ലംഘിച്ചാണ് പോക്കർക്ക് അവാർഡ് നൽകിയതെന്ന് ആനന്ദൻപിള്ള ആരോപിച്ചു. വകുപ്പ് മന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്കും പരാതി നൽകി. തുടർ നടപടി ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. 2000 ഒപ്പിട്ട ഇത് സംബന്ധിച്ച എഗ്രിമെൻറ്റിലെ എല്ലാ ക്ലോസുകളും വയലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവാലുവേഷൻ നടന്നിട്ടില്ല, മാർക്കും ഇട്ടിട്ടില്ല. വെറുതെ ഒരു തുണ്ടുകടലാസിൽ ഇതാണ് നല്ല അവാർഡിന് പറ്റിയ പുസ്തകം എന്ന് പറഞ്ഞ് ശുപാർശ ചെയ്തിരിക്കുകയാണ്. ഈ PK പോക്കർക്ക് ദ്വന്ദ്വം എഴുതാനറിയില്ല, യാദൃച്ഛ്യം എന്നെഴുതാനറിയില്ല, ധാർമ്മികത എന്ന് എഴുതാനറിയില്ല, ദാർഢ്യം എന്ന് എഴുതാനറിയില്ല. അങ്ങനെ തെറ്റായ വാക്കുകളുടെ ഒരു പ്രവാഹം തന്നെ ഇതിലുണ്ട്. ഞാൻ കൾച്ചറൽ മിനിസ്റ്റർക്ക് ഒരു കത്തയച്ചിരുന്നു ഈ സംഭവങ്ങളൊക്കെ വിശദീകരിച്ച്. 3 മാസത്തിനകം ഉചിതമായ തീരുമാനം എടുത്തില്ലെങ്കിൽ നിയമപരമായ മറ്റു നടപടികളിലേക്ക് പോകുവാൻ ഞാൻ നിർബന്ധിതനാകും എന്ന് പറഞ്ഞൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അവാർഡ് ലഭിച്ച പുസ്തകം ജൂറി അംഗങ്ങൾ വായിച്ചു നോക്കിയിട്ട് പോലുമില്ലെന്ന് ആനന്ദൻപിള്ള ആരോപിച്ചു. അക്കാദമി ഭാരവാഹിയുടെ ഇഷ്ടക്കാരന് പുസ്തകം നൽകിയെന്നാണ് ഉയരുന്ന ആരോപണം. റിപ്പോർട്ടർ, തൃശൂർ.